അരൂപികളുടെ ഒരു ലോകം, തിന്മയുടെ അരൂപികളുടെ ഒരു ലോകമുണ്ട്. ഇപ്പം കാവൽ മാലാഖയുണ്ട്, മാലാഖമാരുണ്ട്, മാലാഖകളുടെ ഒരു ഗണമുണ്ടെന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ പൈശാചിക ശക്തികളുടെ ഒരു ഗണവും ലോകവും ഒക്കെയുണ്ട്. സോ സാധാരണ വ്യക്തികൾ എന്ന നിലയിൽ ഒരുപാട് ഡീപ്പായിട്ട് ഈ അറിവിലേക്കൊന്നും നമ്മൾക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ദാമ്പത്യ ജീവിതത്തിൽ, മക്കളുമായിട്ടുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ ചില രോഗാവസ്ഥകളിൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ എന്താണോ നമുക്ക് നമ്മുടെ ബുദ്ധിയും കഴിവൊക്കെ വെച്ചിട്ടുള്ള പരിഹാരങ്ങൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് ഒരു പൈശാചിക അരൂപിയുടെ ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്നതല്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ എന്തെങ്കിലും ഒരു തിന്മയുടെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞ കാല പാപത്തിൻ്റെ തിന്മയുടെ ഫലമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടോ, അതോ നമ്മുടെ തലമുറകളിൽ നിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു പാപാവസ്ഥയുടെ ഒരു കെട്ടാണോ ഈ അവസ്ഥയ്ക്ക് കാരണം? ഇങ്ങനെ ഇതിന് പുറകിൽ ഒരു ആത്മീയമായിട്ടുള്ളൊരു തലം അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ രോഗം വരുമ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണുക, ആശുപത്രി പോവുക, ഓപ്പറേഷൻ ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ എങ്കിൽ തന്നെയും അതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡ് കൂടെ ആരെങ്കിലും ഒരാൾ ആ കുടുംബത്തിലെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു വിചിന്തനം ആ കുടുംബം മുഴുവനും നടത്താൻ തയ്യാറാവുക. എന്തെങ്കിലും വല്ലാത്ത വലിയ പ്രതിസന്ധിയൊക്കെ ആണെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ച് പരിഹാരങ്ങൾ ചെയ്യുക. അതായത് കുമ്പസാരിക്കുക, കുർബാനകൾക്ക് പോവുക, ദാനധർമ്മം ചെയ്യുക. ഇതുപോലെ പരിഹാര പ്രവർത്തികൾ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അനാഥരെ സഹായിക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഫലമായിട്ട് എന്തെങ്കിലും ഒരു തിന്മയുടെ കെട്ട് ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ നിന്നും നമുക്ക് മാറ്റം ഉണ്ടാവുകയും അതിൻ്റെ ശക്തി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ചിലരൊക്കെ പല പള്ളികൾ സന്ദർശിക്കുന്നു, പല ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. ഇതൊക്കെ വെറുതെ ആണെന്ന് നമുക്ക് തോന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നടന്നതുകൊണ്ട് എന്താ കാര്യം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടും തോറും ദൈവത്തിൻ്റെ കൃപയും ശക്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള വഴികൾ നിങ്ങൾ തുറന്നിടുവാണ്. അങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ തിന്മയുടെ ശക്തികൾ നമ്മളിൽ നിന്നും വിട്ടുപോകുന്നതിനും അതിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കുറയുന്നതിനും കാരണമാകുന്നു. സോ പുണ്യപ്രവർത്തികൾ കൊണ്ടും പശ്ചാത്താപ പ്രായശ്ചിത്ത പ്രവർത്തികൾ കൊണ്ടും തിന്മയുടെ ശക്തിയുടെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടാത്തൊരവസ്ഥ, നിങ്ങൾ എവിടെ എത്താത്തൊരവസ്ഥ, അങ്ങനെ എന്തെങ്കിലും വ്യക്തി ജീവിതത്തിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗം ഉൾപ്പെടെയുള്ള അവസ്ഥകളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ മനസ്സാന്തരപ്പെടുക, പശ്ചാത്താപ പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുക, പുണ്യപ്രവർത്തികൾ ചെയ്യുക, ആരാധനാലയങ്ങൾ സന്ദർശിക്കുക. അങ്ങനെ ഇതിൻ്റെ ഈ തിന്മയുടെ ശക്തിയുടെ സ്വാധീനം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള പ്രവർത്തികൾ ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും. സോ അരൂപികളുടെ ഒരു ലോകമുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടെ ജാഗ്രതയുള്ളവരായിരിക്കുക. ആമേൻ.